ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ജനറൽ ക്ലാസ് എടുക്കാനായിട്ട് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഐശ്വര്യ ഇരിപ്പുണ്ട്, വൈഷ്ണവി ഇരിപ്പുണ്ട്, സൂരജ് ചെല്ലഞ്ചി ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. സൂരജിനെ നിങ്ങൾ പലരും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ കാണിക്കാൻ ഒരു ശ്രമം നടത്താം, അത് നമുക്ക് ആലോചിക്കാം. ഏതായാലും ഈ ജനുവരി മാസത്തിൽ 31 ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം. എത്രമാത്രം ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം. ഒരു ഉപദേശം ഞാൻ തരുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുവെങ്കിൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ പല അധ്യാപകരുള്ള സ്ഥാപനത്തിൽ പോകരുത്. ഇപ്പം മാത്സ് പഠിപ്പിക്കണം, 1-2 അധ്യാപകരെ സഹിക്കാം. ഒരാളെ ആണെങ്കിൽ കൊള്ളാം, 2 അധ്യാപകരിൽ കൂടുതലെടുത്ത് മാത്സ് പഠിക്കാൻ പോകരുത്. എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയാണോ തെറ്റാണോ? ഒരു 10 പേരോട് ചേർന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവിടെ പോകരുത്. ഇത് പ്രത്യേകിച്ച് മാത്സ് പഠിപ്പിക്കാൻ ഏറ്റവും കുറച്ച് അധ്യാപകരുള്ള സ്ഥാപനത്തിൽ ചേരണം. ഉത്തരം വിളിച്ച് പറയുന്നിടത്ത് ചേരരുത്. ഒരു കാരണവശാലും പ്രിൻ്റഡ് നോട്ട് വെച്ച് പഠിക്കുകയും ചെയ്യരുത്. അത് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. തീർച്ചയായും നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതി, നിങ്ങൾ തന്നെ ഉണ്ടാക്കി, അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ മുന്നേറുകയും ചെയ്യണം. പിന്നെ മറ്റെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വലുതായിട്ടൊന്നുമില്ല. കറണ്ട് അഫയേഴ്സ്, ധാരാളം കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഒരു ബുക്കിൽ പ്രത്യേകിച്ച് എഴുതി വയ്ക്കണം. കറണ്ട് അഫയേഴ്സ് 2024 ഒരു ബുക്ക് തുടങ്ങും അല്ലേ? വേണ്ടേ? നിങ്ങളൊക്കെ തുടങ്ങിയല്ലോ. കറണ്ട് അഫയേഴ്സ് 2024 എന്നുള്ള ബുക്ക് ഇവർ രണ്ടുപേരും തുടങ്ങി, ഞാനും തുടങ്ങി കേട്ടോ. നിങ്ങൾ ആരുടെ അറിയണ്ട, ഞാൻ ഒരു വലിയ ബുക്കാണ് തുടങ്ങിയത്. കവറൊക്കെ ഇട്ട് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് എഴുതി ഞാൻ ഒരു ബുക്ക് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ എല്ലാവരും നിങ്ങൾ തുടങ്ങണം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാഥമിക പരീക്ഷ, അതായത് കേരള PSC നടത്തിയ ആദ്യത്തെ പ്രാഥമിക പരീക്ഷയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കാൻ പോവുകയാണ്. കാരണം നമുക്കൊരു ഉത്കണ്ഠയായിരുന്നു, ഈ പ്രാഥമിക പരീക്ഷ എങ്ങനെയാണ്, മെയിൻ പരീക്ഷ എങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പ്രാഥമിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2021 7 പ്രാഥമിക പരീക്ഷയാണ് നടന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഞങ്ങളൊരു ചെറിയ വിശകലനം നടത്താനൊരു ശ്രമം നടത്തുകയാണ്. ഏവരെയും ക്ഷണിക്കുകയാണ്. ഈ കാണുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നിങ്ങളെല്ലാവരും 99.9 ആയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അങ്ങനെ ആയവരൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരേ മെറ്റീരിയലാണ്, എല്ലാവർക്കും ഒരു മാർക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ കിട്ടുന്നത്. പാതിയിൽ ഉപേക്ഷിച്ച് ക്ലാസ് നിർത്തിപ്പോയ ധാരാളം പേര് നമ്മൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ. അത് ഫലപ്രദമാണോ അല്ലേന്ന് നിങ്ങളാണ് വിലയിരുത്താനുള്ളത്. എനിക്കത് ഫലപ്രദമല്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ക്ലാസ്സുകൾ കാണാം. ഇത് ആരും വലുതായിട്ട് കാണാനില്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ നമുക്കിത് കൂട്ടിയിട്ട് പോകാനേ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. ശരി, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിയർ ഫ്രണ്ട്സ്, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്? അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഐശ്വര്യയെ കോർണർ ചെയ്ത് നമുക്ക് ഒരു ഭാഷയായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? ഇന്ന് നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. അപ്പോൾ ഭാഷ തന്നെയല്ലോ. ശരി, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ മണ്ടാരി, ചൈനീസ് ഭാഷ. ചൈനയുടെ പിക്ചോറിയൽ ലിപിയാണ്, അല്ലെങ്കിൽ ചിത്രലിപിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് സംസാരിക്കുന്ന ഭാഷകൾ എത്ര സ്ഥാനമാണ് ഹിന്ദിക്കുള്ളത്? 3-ാം സ്ഥാനമാണ് ഹിന്ദിക്കുള്ളത്. ഹിന്ദി ഔദ്യോഗികമായി സംസാരിക്കുന്ന എത്ര സ്റ്റേറ്റുകളുണ്ട് കേരളത്തിൽ? ഇന്ത്യയിൽ 10 സ്റ്റേറ്റുകൾ ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്നത്. ഈ അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന പദം വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് പോയത് എന്താണെന്നറിയാമോ? ഈ അറബി മലയാളം എന്നൊരു മാഗസിനുണ്ട്. അറബി മലയാളം അതാരുടേതാണ്? മൗലവിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? പറയും. അൽ ഇസ്ലാം എന്ന മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അൽ ഇസ്ലാം അത് അറബി മലയാളം ഭാഷയിലുള്ളതാണ്. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പത്രമാണ് സ്വദേശാഭിമാനി പത്രം. 1905 അഞ്ചുതെങ്ങിൽ നിന്നുമാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിക്കുന്നത്. അതിന്റെ ആദ്യത്തെ എഡിറ്റർ, സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ്. 1906 സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് മാറിയത് K രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. മുസ്ലിം എന്ന മാസികയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. 1906 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഡിറ്ററായിട്ട് വരുന്നത്. 1905 നമ്മൾ പറഞ്ഞു അല്ലേ? ആരാണ്? CP ഗോവിന്ദപിള്ളയാണ്. ശരി, അപ്പോഴോ
ഭാഷകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 8 ആണ്. ആകെ ഷെഡ്യൂളുകൾ 12 ആണ്. ഷെഡ്യൂൾ 8 ഒഫീഷ്യൽ ഭാഷകൾ അല്ലെങ്കിൽ ഔദ്യോഗിക ഭാഷകളെ പറ്റി പറയുന്നത്. ആകെ ഇന്ത്യയിൽ ഇപ്പോൾ ഭരണഘടന അംഗീകരിച്ച് 22 ഭാഷകളുണ്ട്. അതിൽ സാർ പറയുന്ന പോലെ എന്തില്ല എന്ന് ചോദിച്ചാൽ എന്താണ് ഇംഗ്ലീഷ് ഇല്ല. ഇനി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ വിദേശ ഭാഷയായിട്ടുള്ള നേപ്പാളി ഭാഷയുണ്ട്. നേപ്പാളി ഭാഷ കൂടി അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു 5 തെങ്ങ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ആര്? ഐശ്വര്യ. ഈ 5 തെങ്ങ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് 5 തെങ്ങ് പരീക്ഷയ്ക്ക് എവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. 5 തെങ്ങ് കലാപം നടക്കുന്നത് 1697 അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ നടക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ 5 തെങ്ങ് കലാപമാണ്. 1697 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുന്നേ തന്നെ ഈ പറയുന്ന ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണിയുടെ അനുവാദത്തോടു കൂടി ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു കോട്ട പണിയുന്നു. 1695 5 തെങ്ങ് കോട്ട. 5 തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ആ കോട്ട ആക്രമിച്ചോടുകൂടിയാണ് ഈ പറയുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തകയൊക്കെ കൂട്ടിയത് കാരണം 5 തെങ്ങ് കലാപം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സംയുക്തമായിട്ട് നടത്തിയ ഒരു ആറ്റിങ്ങൽ കലാപമാണ് 1721 ഏപ്രിൽ 15. തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ കോട്ട കിട്ടി. ഈ 5 തെങ്ങിന്റെ അടുത്തുള്ള കടൽ ഏതാണ്? അറബിക്കടലിലെ തീരത്താണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കാനുള്ളതാണ് അല്ലേ? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് 5 തെങ്ങ് കോട്ട. ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. സാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു കറണ്ട് അഫയേഴ്സ് ഉണ്ട്. 1873 5 തെങ്ങിൽ കുമാരനാശാൻ ജനിക്കുന്നത്. 1873 കുമാരനാശാൻ 5 തെങ്ങില് ജനിക്കുന്നത്. ഇന്ന് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോൾ 1924 ജനുവരി 16 അദ്ദേഹം റെഡീമർ ബോട്ടപകടത്തിൽ അന്ന് മരിക്കുന്നത്. അപ്പോൾ അതിന്റെ 100ാം വാർഷികമാണ് 2024 ജനുവരി 16. അദ്ദേഹം മരിച്ചിട്ട് 100 വർഷമായി. വലിയ സംഭവമാണ്. അദ്ദേഹത്തിന്റെ സ്മൃതി മന്ദിരമാണ് കുമാരകോടി. അതെവിടെയാണ്? പല്ലനയാറ്റിനടുത്ത്. തീരത്ത് ഏത് ജില്ലയിൽ? ആലപ്പുഴ ജില്ലയിലാണ്. ഈ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ആശാനെ വിട്ടിട്ട് പോകണം ഒട്ടും ശരിയല്ല. ആണോ? യഥാർത്ഥത്തിൽ നിങ്ങളെയൊക്കെ കോച്ചിങ് സെന്റേഴ്സിലും നിങ്ങളുടെ പ്രദേശവും ഒക്കെ കുമാരനാശാന്റെ അദ്ദേഹം പിന്നെ കാലയവനികയ്ക്കുള്ളിൽ പോയതിൻ്റെ 100ാം വാർഷികം നിങ്ങൾ ആഘോഷിക്കണം. അദ്ദേഹത്തിൻ്റെ സവിസ്തരമായ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെക്കുറിച്ചും വരികളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ പിന്നീട് ഐത്തത്തിനെതിരായിട്ടുള്ള പ്രസ്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്. 100 വർഷമായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇതിന് മുൻകൈ എടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അല്ലേ? ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണം. അതുകൊണ്ട് കുമാരനാശാനെ കുറിച്ച് ഒരു ചെറിയ സംസാരം നടത്തിയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നു. എന്തോ പറയും. സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ. അതേപോലെ ദിവ്യഗോകുലം എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ആധുനിക കവിത്രയം. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ ഇവർ 3 പേരുമാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നത്. ഇനി കുമാരനാശാന്റെ ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. 1907 വീണപൂവ് മിതവാദി പത്രത്തില് പ്രസിദ്ധീകരിക്കുന്നത്. പാലക്കാട് ജനിമേട്. വീണപൂവുമായിട്ട് എന്താണ് അത് ഉദ്ദേശിച്ചത്? ഗുരുവിന്റെ ശ്രീനാരായണ ഗുരു അതിൽ വിഷമിച്ചാണ് എഴുതിയത്. ഒരു പൂവിനെ പ്രതീകമാക്കിക്കൊണ്ട് മനുഷ്യ ജീവിതമെല്ലാം നശ്വരമാണ് എന്ന് പറഞ്ഞതാണ് വീണപൂവ് എന്ന കവിത. ഖണ്ഡകാവ്യമാണ്. ശരി. അപ്പൊ വീണപൂവായി. പിന്നെ അദ്ദേഹത്തിന് മറ്റു ചില ഖണ്ഡകാവ്യങ്ങളാണ് നളിനി, ലീല, ദുരവസ്ഥ, കരുണ. അവസാനത്തെ ഖണ്ഡകാവ്യമാണ് കരുണ. 1923 കരുണ പ്രസിദ്ധീകരിക്കുന്നത്. കരുണയിലെ കഥാപാത്രങ്ങളാണ് ഉപഗുപ്തൻ എന്ന ബുദ്ധ സന്യാസിയും വാസവദത്തയും. ശരി. ഇനി അടുത്തത് ദുരവസ്ഥയെ കുറിച്ചൊന്ന് പറയും. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കാവ്യമാണ് ദുരവസ്ഥ. അദ്ദേഹം കുട്ടികൾക്ക് എഴുതിയതാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയത് പുഷ്പവാടി. ഇന്നത്തെ പത്രത്തിലുണ്ട് കേട്ടോ. പുഷ്പവാടിയുടെ കവർ പേജിലുണ്ട് പത്രത്തിലുണ്ട്. ചണ്ടാല ഭിക്ഷയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രരോദനം അല്ലേ? രാജരാജവർമ്മയുടെ വിയോഗത്തെ വർഷത്തിലെ കുയിൽ, ഒരു സിംഹപ്രസവം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇല്ലേ? യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പൊ സമയമില്ല, പക്ഷെ നമുക്ക് പിന്നീട് ഒരു കാര്യം ചെയ്യാം. ഒരു ആശാൻ ചർച്ച നമുക്ക് ഈ ടേബിളിൽ വയ്ക്കാം. ആരെങ്കിലും കേൾക്കാനുണ്ടാകുമോ? ഒരു ആശാൻ ചർച്ച ഞങ്ങളിവിടെ നടത്താമെന്ന് വിചാരിക്കുകയാണ്. അത് കാലേക്കൂട്ടി നിങ്ങളെ അറിയിക്കുന്നതാണ്. ശരി. അപ്പോൾ ലോകത്ത് മൺസൂൺ എന്ന പദം അറബി ഭാഷയിൽ നിന്നാണ് വന്നതെന്നാണ് നമ്മൾ
സംസാരിച്ചത്. ഇനി അടുത്ത ലാറ്റിൻ ഭാഷയാണ് ബി ഓപ്ഷൻ. ലാറ്റിൻ ഭാഷയെക്കുറിച്ച് നമുക്ക് അറിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാം. ലാറ്റിൻ ഭാഷ ഡച്ചുകാരുടെ സംഭാവനയാണ്. ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എഴുതുന്നത്. അതായത് നമ്മുടെ ഡച്ചുകാരുടെ സംഭാവനയാണ്. അതായത് ഏകദേശം 742ഓളം ഔഷധ സസ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ്. അതിൽ 12 വോളിയങ്ങളാണ്. ആകെ വോളിയങ്ങൾ ചോദിച്ചാൽ അതെ 12 വോളിയങ്ങളാണ്. അതിൽ ആദ്യം പ്രതിപാദിക്കുന്ന വൃക്ഷം ചോദിച്ചാൽ തെങ്ങും, അവസാനം പ്രതിപാദിക്കുന്നത് ആലുവാണ്. അതുപോലെ തന്നെ ഇതിനെ എഴുതാൻ വേണ്ടിയിട്ട് സഹായിച്ച അല്ലെങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ വേണ്ടി വാൻ റീഡിനെ, അന്നത്തെ ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിനെ, അതെ മലബാറിലെ ഡച്ച് ഗവർണർ ആയിരുന്നു വാൻ റീഡ്, അദ്ദേഹത്തിനെ സഹായിച്ച സാരസ്വത ബ്രാഹ്മണർ ചോദിച്ചാൽ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് ഈ മെഡിസിനൽ പ്ലാന്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹെൻറി ഈ പിന്നീട് ഹോർത്തൂസ് മലബാറിക്കസ് കമ്പൈൽ ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിന് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സഹായിച്ചു. ലാറ്റിൻ ഭാഷയിലാണ് അത് കമ്പൈൽ ചെയ്തത് അല്ലേ? അത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? ആംസ്റ്റർഡാം. ആംസ്റ്റർഡാം എവിടെയാണ്? നെതർലൻഡിന്റെ ക്യാപിറ്റൽ ആംസ്റ്റർഡാം. ഈ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യം ഏതാണ്? നെതർലൻഡ്. ഈ ലന്തക്കാരെന്ന് വിളിക്കുന്ന ആരെയാണ്? ഡച്ചുകാരെയാണ് ലന്തക്കാരെന്ന് വിളിക്കുന്നത്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതെന്നാണ് 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച് വരുന്നത് ഹോർത്തൂസ് മലബാറിക്കസിലാണ്. ഈ പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്നാണ് 1678 ലാസ്റ്റില് 1703. അപ്പൊ ആ 2 വർഷം നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ഒന്നുകൂടെ പറയൂ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ ആദ്യത്തെ വോളിയം പ്രസിദ്ധീകരിച്ചത് 1678-ലാണ്. അവസാനത്തെ വോളിയം പ്രസിദ്ധീകരിക്കുന്നത് 1703-ലാണ്. ഇതാണ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇംഗ്ലീഷിലേക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇതിന് മുൻകൈ എടുത്തത്? കേരള യൂണിവേഴ്സിറ്റിയാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പൊ ലാറ്റിൻ ഭാഷയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ നിങ്ങൾ ഡച്ചുകാരെ കുറിച്ച് സംസാരിച്ചു. ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യം ഏത് തന്നെയാണ്? നെതർലൻഡ് തന്നെയാണ്. ഈ നെതർലൻഡിലാണ് അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ആസ്ഥാനം. ഈ അന്തർദേശീയ നീതിന്യായ കോടതിയിൽ എത്ര ജഡ്ജിമാരാണ് ഉള്ളത്? 15 ജഡ്ജിമാരാണുള്ളത്. എത്ര വർഷത്തേക്കാണ്? 9 വർഷമാണ് കാലാവധി. ഈ അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ജഡ്ജിയായ ഒരു വ്യക്തിയെ പറയാമോ? ഇന്ത്യക്കാരനാണ് BN റാവു. റാവുവിന് വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ? ഉപദേശകൻ, ഭരണഘടനയുടെ ഉപദേശകനാണ് BN റാവു. അപ്പൊ BN റാവുവിന്റെ ഒരു ചെറിയ കണക്ഷൻ നമുക്ക് കിട്ടി ഇല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഇംഗ്ലീഷാണ് ഇതിൽ ഒരു ഓപ്ഷൻ കിടക്കുന്നത്. ലോകത്ത് സംസാരിക്കുന്ന ഭാഷകൾ പ്രമുഖമായ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ആഗോള ഭാഷയാണ്, ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് നമ്മുടെ ഔദ്യോഗിക ഭാഷ 22-ലുണ്ടോ? ഇല്ല. നേരത്തെ വൈഷ്ണവ് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. നാഗാലാൻഡ്. പിന്നെ ഈ ത്രിഭാഷാ സംഗതി എന്ന് പറയുന്നത് എന്താണ്? ത്രിഭാഷ 3 ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളം. ത്രിഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. തമിഴ്നാട്ടിനെ കുറിച്ചാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്. അതാണ് ത്രിഭാഷാ പദ്ധതി അല്ലേ? അത് മുന്നോട്ട് വെച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ. അത് വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയി. കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡാണ്. ശരി. ഇംഗ്ലീഷാണ്, അത് മനസ്സിലായി. ഇനി ഈ സംസ്കൃത ഭാഷയെക്കുറിച്ച് ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങൾ 2 കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് റിപ്പറ്റീഷൻ കേട്ടാണോ ഈ ഒരു പോയെന്നുള്ളതാണ് എൻ്റെ സംശയം. മനസ്സിലായി? നമ്മൾ ഈ പറയുന്ന ഇതെല്ലാം നമ്മൾ പണ്ട് പറഞ്ഞതാണ്, ഇനിയും പറയും. ആരെങ്കിലും ഒരാൾ കേൾക്കാനുണ്ടെങ്കിലും നമ്മൾ പറയും. ആ ഒരാളെന്ന് പറയുന്നത് ആവശ്യക്കാരനായിരിക്കും. ഏറ്റവും കഷ്ടപ്പാടിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നവനായിരിക്കും അവസാനം അവശേഷിക്കുന്ന ആൾ. ശരിയല്ലേ? അയാൾക്ക് കേട്ടേ പഠിക്കാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ സംസ്കൃത ഭാഷയെക്കുറിച്ചൊന്ന് സംസാരിക്കണം. രാമായണവും മഹാഭാരതവും എഴുതിയത് ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിൽ. ആര്യന്മാരുടെ ഭാഷയാണ് സംസ്കൃത ഭാഷ എന്ന് അറിയപ്പെടുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സംസ്കൃതം സംസാരിക്കുന്ന ഒരു വില്ലേജ്, ഒരു ഗ്രാമം തെക്കേ ഇന്ത്യയിലുണ്ട്. ഏതാണ്?
മാട്ടൂർ, കർണാടകത്തിന് മാട്ടൂർ. ആ മാട്ടൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ സംസ്കൃതം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയത് എന്താണെന്ന് അറിയാം? നമുക്ക് ഈ ക്ലാസിക്കൽ ഭാഷയെക്കുറിച്ച് ഒന്നുകൂടെ റിപ്പറ്റീഷൻ, ആയിരം തവണ നമുക്കത് റിപ്പീറ്റ് ചെയ്യണം. ക്ലാസിക്കൽ ഭാഷ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരി, ക്ലാസിക്കൽ ഭാഷയെക്കുറിച്ച് ഐശ്വര്യ ഒന്നുകൂടെ പറയും. 1500 വർഷത്തോളം പഴക്കമുള്ള ഭാഷകളെയാണ് ക്ലാസിക്കൽ ഭാഷാ പദവിയിൽ ഉൾപ്പെടുത്തുന്നത്. അത് പ്രോത്സാഹിപ്പിക്കാനാണ് അല്ലേ? ശരി. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ്. തമിഴ്. ഇനി മറ്റു ഭാഷകളാണ് പറയുന്നത് കന്നഡ, തെലുങ്ക്, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇതിലും മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടിയത് 2013 മെയ് 23. ശരി, അടുത്തത്. രാമായണവും മഹാഭാരതവും എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. ഈ തെക്കേ ഇന്ത്യയിലെ ദ്രാവിഡ ഭാഷകളാണല്ലേ? ദ്രാവിഡ ഭാഷകളാണ്, അത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഹിന്ദി ഭാഷ തന്നെ എന്നുള്ളതിൽ സംശയം വേണ്ട. അപ്പോൾ സംസ്കൃതത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു, ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഭാഷകളെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മൺസൂൺ എന്ന വാക്ക് വന്നതിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഭാഷകളെ പറ്റി പറയുന്ന പാർട്ട് നമ്മൾ അവിടെ വിട്ടുപോയി. പാർട്ട് 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ് ഭാഷകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ആകെ പാർട്ടുകൾ എത്ര? 25. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 25 പാർട്ടുകളുണ്ട്. 17ാമത്തെ പാർട്ടാണ് ഭാഷകളെ പറ്റി പറയുന്നത്. 17ാമത്തെ 15 ഇലക്ഷൻ 20 ഭരണഘടനാ ഭേദഗതിക്ക് എത്ര ആർട്ടിക്കിൾ ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? 368. ഈ ഭരണഘടനാ ഭേദഗതി എന്ന കടമെടുത്ത് എവിടുന്ന? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അല്ലേ? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മള് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന മെത്തേഡ് എടുത്തത് ഇവിടെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോ പിന്നെ എന്താ നമ്മൾ ഇതിനിടയ്ക്ക് സംസാരിച്ചത്? ഭാഷകൾ ആർട്ടിക്കിൾ പറഞ്ഞു. അപ്പോൾ ആകെ പാർട്ടുകൾ 25 അതില് ഭാഷകളെ പറ്റി പറയുന്ന പാർട്ട് 17 അതിൽ 343 മുതൽ 351 വരെയാണ് ഭാഷകളെ പറ്റി പറയുന്ന ആർട്ടിക്കിളുകൾ ഉള്ളത്. അതിൽ 350A എന്ന് പറയുന്നത് മാതൃഭാഷാ ബോധനമാണ്. അതെ, 350A മാതൃഭാഷയെ പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെയാണ് ആ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21 മാതൃഭാഷാ ദിനം. ഇത്ര മണിമണിയായിട്ട് പറയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഡേ എന്നാണ് ജനുവരി 16. ഇന്ന് നമ്മളിതിപ്പോ ഇടുന്ന നാളായിരിക്കും അല്ലേ? ഏതായാലും ജനുവരി 16 സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് ഡേ എന്ന് അറിയപ്പെടുന്നത്. മെയ് 22 ജൈവവൈവിധ്യ ദിനം. ഓഗസ്റ്റ് 22 നാട്ടറിവ് ദിനം. എന്നാൽ മാർച്ച് 22 ലോക ജലദിനം. ഡിസംബർ 22 ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക ലഹരി വിരുദ്ധ ദിനമോ? ജൂൺ 26. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എന്താണെന്ന് അറിയാമോ? ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ഉണ്ട്. നമ്മൾ ആളൊക്കെ തെറ്റിപ്പോയി. ഇവിടെ ശ്രദ്ധിക്കണം. കാസർഗോഡ്, കണ്ണൂര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന നോക്കൂ. ലോക മാതൃദിനം, അതുപോലെ തന്നെ പിതൃദിനം അറിയാവുന്ന എത്ര പേരുണ്ട്? കൈവെക്കൂ. ഒരാൾ കൈവെക്കുന്നില്ല. നോക്കൂ, ഒരാൾ കൈവെക്കുന്നില്ല. ഇപ്പൊ വിചാരിക്കണം ചക്രവാണി സാറിന് വട്ടാണെന്നൊക്കെ ചിലപ്പോൾ ധരിച്ചേക്കാം. ശരി, ഐശ്വര്യ, ലോക മാതൃദിനം എന്നാണ്. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ലോക മാതൃദിനമായിട്ട് ആചരിക്കുന്നത്. 2ാമത്തെ ഞായറാഴ്ച. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച. അപ്പൊ അച്ഛൻ വിട്ടുകൊടുക്കൂല. അമ്മ മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണെങ്കിൽ അച്ഛൻ അതിന്റെ അടുത്ത മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച. അമ്മ എന്നുള്ളതിന് ആ മെയ് മദർ എന്ന് വെച്ച് പിടിച്ച് നമുക്ക് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച മനസ്സിലാക്കാം. പിന്നെ അതിന്റെ അടുത്ത 3ാമത്തെ ഞായറാഴ്ചയാണ് ഫാദേഴ്സ് ഡേ എന്നറിയപ്പെടുന്നത്. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. അത് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചത് നല്ലതായി. ശരി, ഇനി നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്? പിന്നെയുള്ളത് ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 അമെൻമെന്റുകളാണ്. ഒന്ന് 1967 21ാം ഭേദഗതി. അതിൽ നമുക്ക് സിന്ധ് എന്ന് പറയുന്ന സിന്ധ് ഭാഷയാണ് കൂട്ടിച്ചേർത്തത്. പിന്നെയുള്ളത് 71ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അത് 92ലാണ്. അവിടെയാണ് കൊങ്കിണി, മണിപ്പൂരി, നേപ്പാളി എന്ന് പറയുന്ന 3 ഭാഷ കൂട്ടിച്ചേർത്തത്. പിന്നെ 2003 92ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഈ പറയുന്ന ബോഡോ, ഡോങ്രി, മൈഥിലി, സന്താളി എന്ന ഭാഷകളൊക്കെ ആഡ് ചെയ്തത്. അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്താണ് 22 ഭാഷകളുള്ളത്. ഭാഷകളെ കുറിച്ച് പറയുന്ന പാർട്ട് 17.
ഭാഷകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ. 51 വരെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചുമ്മാ ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ നമ്മൾ പറയേണ്ടി വന്നു. ജനുവരി 14 സ്റ്റാർട്ടപ്പ് ഡേ അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ 3-4 ദിവസങ്ങൾ കൂടി ഒന്ന് നോക്കി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിലും ഞാൻ 1-2 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുകയാണ്. എന്താണെന്ന് പറയട്ടെ. പിന്നെ യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള ലോക സാഹിത്യ നഗരമായി തിരഞ്ഞെടുത്തതാണ് കേരളത്തിലെ കോഴിക്കോടാണ്. ഐശ്വര്യ, അങ്ങനെയാണെങ്കിൽ സംഗീത നഗരമായി തിരഞ്ഞെടുത്തതാണ് ഗോളിയോറാണ് സംഗീത നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗോളിയോർ മധ്യപ്രദേശിലാണ്. വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ് മധ്യപ്രദേശ്? 2ാം സ്ഥാനമാണ് മധ്യപ്രദേശ്. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് അഫയേഴ്സ് കൂടെ ചോദിക്കട്ടെ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണെന്ന്, 2 അതിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണ്, 3 അത് ഉദ്ഘാടനം ചെയ്ത ആരാണ്, 4 അതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് ആരാണ്, അതെവിടെയാണ് നടന്നത്. ഇത് ഒരു കറണ്ട് അഫയേഴ്സിന് ചോദിക്കും. എന്തുകൊണ്ട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയണം, ഞാൻ പറയില്ല. എന്തുകൊണ്ടാണ് ചക്രവാണി സാർ ഈ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്? പറഞ്ഞു. സാഹിത്യ ഫെസ്റ്റിവൽ നടക്കുന്നത്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അവിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും 2024 ജനുവരി തന്നെയാണ്. പിന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ വ്യക്തി ചോദിച്ചാൽ MT വാസുദേവൻ നായർ. ശരി, എന്താണ് അതിന്റെ ഒരു പ്രശ്നം? ഇത് ചോദിക്കുമെന്ന് പറയാനുള്ള ഞാൻ ഇതെന്തുകൊണ്ട് ചോദിക്കുമെന്ന് പറയും. സാഹിത്യ സമ്മേളനത്തിൽ MT അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച ചില ചർച്ചകൾ, തുടർ ചലനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായി. അദ്ദേഹത്തെ പോലെ വലിയ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചർച്ച നടക്കും. നമ്മളെ പോലെ ആളുകളല്ലല്ലോ അദ്ദേഹം. MT കുറിച്ച് പറഞ്ഞപ്പോ ഐശ്വര്യക്ക് ഒന്നും MT കുറിച്ച് പറയാനില്ല. അദ്ദേഹത്തിന് വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പറയാം. അദ്ദേഹം അഭിപ്രായം പറയുമ്പോഴത്തേക്ക് ആരും ഒന്നും നോവിക്കാൻ പാടില്ല. അദ്ദേഹം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാം, സ്വാതന്ത്ര്യമുണ്ട്. ശരി, അപ്പൊ MT കുറിച്ച് എന്ത് പറഞ്ഞു കൊടുക്കാം നമുക്ക്? MT വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം നമുക്ക് ആദ്യം പറയാം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ശരി, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് MT വാസുദേവൻ നായരിന്റെ മുഴുവൻ നാമം. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. യഥാർത്ഥ ഹെമിംഗ്വേ ആരാണ്? അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു, ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെതാണ് മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി. അതേപോലെയാണ് അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് ഓൾഡ് മാൻ ആൻഡ് സീ, കിഴവനും കടൽ. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ 2 കൃതികളാണ്. അമേരിക്കൻ നോവലിസ്റ്റ് ആണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കഥകളുമായിട്ട് അദ്ദേഹത്തിന്റെ കഥയെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, അല്ലേ? ശരി, പറഞ്ഞു. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അതേപോലെ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊന്ന് ഓടിച്ചു പറയാം. ഒന്ന് നാലുകെട്ടിലെ കഥാപാത്രങ്ങളാണ് അപ്പുണ്ണി, കോന്തുണ്ണി. അതെ. മറ്റൊരു കൃതിയാണ് മഞ്ഞ്, നോവലാണ്. മഞ്ഞിലെ കഥാപാത്രമാണ് വിമല സർദാർജി. മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് വിമലയിലാണ് മഞ്ഞു എന്ന നോവലില് സർദാർജി പറയുന്നതാണ്. അതിന്റെ പശ്ചാത്തലം ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ. അത് ശരിയാണ്, അത് പ്രധാനപ്പെട്ട. ഉത്തരാഖണ്ഡിലെ ഹൈക്കോടതിയാണ് നൈനിറ്റാൾ. അടുത്തത് കാലം എന്ന നോവൽ. അതിലെ കഥാപാത്രമാണ് സേതുമാധവൻ. പിന്നെ അടുത്ത കൃതിയാണ് രണ്ടാമൂഴം. MTക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടാമൂഴം. അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഭീമനാണ്. പിന്നെ ഗോപുരനടയിൽ അദ്ദേഹത്തിന്റെ നാടകം, MT വാസുദേവൻ നായരുടെ നാടകമാണ് ഗോപുരനടയിൽ. അത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്കത് ബുദ്ധിമുട്ടായ ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഗോപുരനടയിൽ MTയുടെ കഥയാണ്, അല്ലേ? നേരത്തെ ഈ നിള എന്ന് പറഞ്ഞപ്പോ നിള എന്ന് പറയുന്ന നദിയെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് അതിന്റെ മറ്റു പേരുകൾ, ഇത് എത്ര തീരെ പറഞ്ഞതാണെന്ന്. ഇപ്പൊ ചിലരവിടെ ഇത് പല്ലു അടിക്കുകയാണ്. ഇത് കേട്ട് നിവർത്തിയില്ല. ഇങ്ങനെ കേട്ട് പഠിച്ചവരാണ് ഈ ജോലി പോയ 10,000-കണക്കിന് ആളുകൾ. പക്ഷെ ഉത്തരം വിളിച്ചു പറയാൻ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ. അധ്യാപകൻ ഉത്തരം വിളിച്ചു പറയുന്ന സ്ഥാപനം കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്ഥാപനം, ഇല്ലേ? അധ്യാപകൻ ഉത്തരം വിളിച്ചു പറയുന്നു, കുട്ടികൾ വിളിച്ചു പറയുന്നില്ല. ആരാണ് വിളിച്ചു പറയുന്നത്? നമ്മൾ എത്ര തീരെ ഇത് ആവർത്തിക്കുന്നത്? അപ്പോ ഭാരതപ്പുഴ, നിള, പേരാർ, മിനി പമ്പ, ശോകനാശിനി പുഴ, ഇതെല്ലാം അത് തന്നെയാണ്. ഭാരതപ്പുഴ തന്നെയാണ്, അല്ലേ? ശോകനാശിനി പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നത്. 12 വർഷത്തിന് മാമാങ്കം നടന്നിരുന്നത്. ശരി, അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത് കോഴിക്കോടാണെന്ന് പറഞ്ഞു. കോഴിക്കോട്
പിന്നെ സാഹിത്യ നഗരമാണെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. കുക്കുട ക്രോഡോ എന്ന് വിളിക്കുന്നതിനെയാണ് കോഴിക്കോടിനെയാണ്. ഇപ്പൊ കേട്ട് കുട്ടിയൊക്കെ നിവൃത്തിയില്ലാതിരിക്കുകയാണ്. ശരി, നമുക്കത് വിട്ടുകളയാം, ഞങ്ങളത് വിട്ടു. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? കാറ്റാണ്, ഒരു കാറ്റാണ് കാൽ ബൈശാഖി. കാൽ ബൈശാഖി ഒരു കാറ്റാണ്. അതേസമയം നേരത്തെ പറഞ്ഞ മൺസൂൺ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ്? അറബി ഭാഷയിൽ നിന്ന്. ഋതു എന്നാണ് മൺസൂണിന്റെ മീനിങ്. ഋതു, മൺസൂണിന്റെ അർത്ഥം ഋതു എന്നാണ്. ശരി, കാൽ ബൈശാഖി എന്നത് ഒരു കാറ്റാണ്. എന്താണ് പറയാനുള്ളത്? പശ്ചിമ ബംഗാളിലാണ് കാൽ ബൈശാഖി കാറ്റ്. മാംഗോ ഷോറും ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് മാംഗോ ഷോർ. എന്നാൽ ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ. ശരിയല്ലേ? ശരി. പിന്നെ ഇതിന്റെ ബി ഓപ്ഷൻ കിടക്കുന്ന നൃത്തത്തെ കുറിച്ചാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ? എത്ര എണ്ണമാണ്? ഏതൊക്കെയാണ്? ആകെ ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി, അതായത് ക്ലാസിക്കൽ ഭാഷ പോലെ തന്നെയാണ് നൃത്തങ്ങൾക്കും ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആകെ 8 നൃത്തരൂപങ്ങൾക്കാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൗത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് 2 ക്ലാസിക്കൽ പദവിയുള്ള ഒരു ഡാൻസോ അല്ലെങ്കിൽ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കഥകളിയും അതുപോലെ മോഹിനിയാട്ടവും. ഇപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമാണ് 2 നൃത്തരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത്. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ദേശീയ നൃത്തം എന്ന് പറയുന്നത് തന്നെ ഭരതനാട്യമാണ്. അപ്പോൾ ഭരതനാട്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഭരതനാട്യം. അങ്ങനെയാണെങ്കിൽ ചലിക്കുന്ന ശില്പം ഏതാണ്? ഒഡീസിയാണ്. ചലിക്കുന്ന ശില്പം ഒഡീസിയാണ്. അപ്പോൾ നമുക്ക് 3 ഡാൻസ് ഫോമായി. ഇനി അടുത്തത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഏത്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. ഇനി അടുത്തത് ഒഡീഷയിൽ നിന്ന് ഒഡീസിയ. അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് 7 സിസ്റ്റേഴ്സിൽ പോയാൽ അവിടെ 2 സ്റ്റേറ്റുകൾക്ക് നൃത്തങ്ങൾക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആസാമിൽ നിന്ന് സാത്രിയ. അതുപോലെ മണിപ്പൂരിൽ നിന്ന് മണിപ്പൂരി. ഇനി ഉത്തർപ്രദേശിൽ നിന്നാണ് കഥക്. അതെ, അങ്ങനെ 8 നൃത്തരൂപം അല്ലേ? അത് ക്ലാസിക്കൽ പദവി ലഭിച്ച 8 നൃത്തരൂപങ്ങൾ നിങ്ങൾ പറഞ്ഞു. അതെ, അത് മറ്റ് നൃത്തരൂപങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ അല്ലേ? തമാശ ഏത് സ്റ്റേറ്റിന്റെയാണ്? മഹാരാഷ്ട്ര. ബിഹു ആസാമാണ്. അതുപോലെ ഗർഭ എന്ന് പറയുന്ന നൃത്തരൂപം ഉള്ളത് ഗുജറാത്താണ്. അതെ, രാസലീല ഉള്ളത് ഗുജറാത്ത് തന്നെയാണ്. റൌഫ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ്. ഇനിയുള്ളത് നൃത്തരൂപങ്ങൾ ഏകദേശം നമ്മൾ പറയും. നമുക്കിങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് പോവാം. എന്താ അടുത്തത്? ഉത്സവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊങ്കൽ ഉത്സവം നടക്കുന്നത് എവിടെയാണ്? ഈ ഇടയ്ക്ക് കഴിഞ്ഞുള്ളൂ, തമിഴ്നാട്ടിലാണ്. ശരി. അതേപോലെ തന്നെ ഹോളി ആഘോഷം നടക്കുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യയിലാണ്. ദീപാവലി പിന്നെ എല്ലായിടത്തും നടക്കും, അതുകൊണ്ട് നമുക്കത് പറയേണ്ട കാര്യമില്ല. എന്നാല് പിന്നെ ഉത്സവങ്ങളിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ് ഇപ്പൊ ഒരു സ്റ്റേറ്റ് കൂടെ വന്നിട്ടുണ്ട്. അത് വീണ്ടും ത്രിപുര. നാഗാലാൻഡ് ത്രിപുരയാണ്. പട്ടം പറത്തൽ ഉത്സവം നടക്കുന്നത് കൈറ്റ് ഫെസ്റ്റിവൽ ഗുജറാത്തിലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഗുജറാത്ത് പട്ടം പറത്തൽ. അങ്ങനെയാണെങ്കിൽ പുഷ്കർ മേള രാജസ്ഥാനിലെ ഒട്ടക മേളയാണ്. പുഷ്കർ മേള. വേറെ ഏതെങ്കിലും മേളയെ കുറിച്ച് ഓർമ്മയുണ്ടോ ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ കുംഭമേള നടക്കുന്നത് ഏകദേശം 12 വർഷത്തിലൊരിക്കലാണ്. മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കലാണ് ശരി നടത്തുന്നത്. ശരിയല്ലേ? ശരി, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ എന്താ? ശരിയല്ലേ? അടുത്തത് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രശസ്തമായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആസാമിലെ കാസിരംഗ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്കാണ് കാസിരംഗ. അതുപോലെ തന്നെ മനാസ് ദേശീയോദ്യാനം എവിടെയാണ്? ആസാമിലാണ്. അതുപോലെ റെയ്മോണ. അതെ, കുഴഞ്ഞുപോയി. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ കുഴഞ്ഞു പോയില്ലേ? യഥാർത്ഥത്തിൽ ഞാൻ പറയാമല്ലോ, എനിക്ക് അപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായി. റെയ്മോണ, ഞാൻ പെട്ടെന്ന് റെയ്മോണ കേട്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. റെയ്മോണ നിങ്ങൾക്ക് കിട്ടിക്കാണും, നിങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ. റെയ്മോണ എവിടെയാണ്? ആസാമിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് ചെറിയൊരു ചർച്ച നടത്തുന്നത് നല്ലതാണ്. കേരളത്തിലെ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ വന്യജീവി സങ്കേതങ്ങൾ, ഇന്ത്യയിലേത്, നമുക്ക് കുറച്ച് എല്ലാം കൂടെ പറയാൻ തന്നാൽ ഇതിപ്പോൾ തീരൂല. അതുകൊണ്ട് എന്നാലും ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷനിൽ
പിന്നീട് ജൽദപ്പാറ ദേശീയോദ്യാനം എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. വാൽമീകി ദേശീയോദ്യാനം എവിടെയാണ്? ബീഹാറിലാണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ്? മുംബൈയിലാണ്. അതേസമയം മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ്? എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. മനസ്സിലാക്കിയ ഡെച്ച്ഗാവ് നാഷണൽ പാർക്ക് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പോ ഇവിടെ ഈ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ. അതെവിടെയാണ്? സിക്കിമിലാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരാള് സിക്കിമിനെ കുറിച്ച് പറയണം, ഒരാള് ആസാമിനെ കുറിച്ച് പറയണം. ഒരാള് സിക്കിം പറയുന്ന ആള് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ലോകത്തിലെ രണ്ടാമത്തേത്, ലോകത്തിലെ മൂന്നാമത്തേത്, ഇന്ത്യയിലെ ഒന്നാമത്തേത് സിക്കിം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയണം. ഞാൻ നിങ്ങൾക്കൊരു വലിയ വർക്ക് ലോഡാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ചക്രവാണി സാർ വയസ്സായി, പഴയതുപോലെ ഒന്നും നിന്ന് ത്രസിക്കുന്ന രീതിയിൽ നിങ്ങളടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ കൂടി യഥാർത്ഥത്തിൽ എനിക്ക് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത് കൊണ്ടുപോകണം. നമുക്ക് വേണ്ടേ? ഇതിനെ അറിയിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ ആസാമിൽ ഈ പറഞ്ഞതെല്ലാം കൂടെ ഒന്നുകൂടി പറഞ്ഞ് ആസാമിനെ കുറിച്ച് കൺക്ലൂഡ് ചെയ്തിട്ട് ഐശ്വര്യ സിക്കിമിനെ കുറിച്ച് പറയുകയും അതിനോടൊപ്പം തന്നെ കൊടുമുടികളെ കുറിച്ച്, ഉയരത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ ആനമുടിയും ഒക്കെ നമുക്കൊന്ന് സൂചിപ്പിക്കാം, മീശ പുലിമലയും ഒക്കെ നമുക്കൊന്ന് സൂചിപ്പിക്കാം. എന്താ? അപ്പൊ നമുക്ക് ആസാമിലേക്ക് പോകും. ആസാം രൂപീകരിച്ച് 1956 നവംബർ 1. ശരി, പറഞ്ഞു. അതായത് ഫസൽ അലി കമ്മീഷൻ 1953 ഫസൽ അലി കമ്മീഷൻ പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചതിൽ 7 സിസ്റ്റേഴ്സിൽ നിന്ന് ഉള്ള ഏക സംസ്ഥാനമായിരുന്നു ആസാം എന്ന് പറയുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ. 1956 നവംബർ 1 14 സ്റ്റേറ്റുകളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. 7ാം ഭരണഘടനാ ഭേദഗതി 1956 7ാം ഭരണഘടനാ ഭേദഗതി. നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ ഞങ്ങൾ ഈ പറഞ്ഞത്? 7ാം ഭരണഘടനാ ഭേദഗതി നമ്മളെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് പറയാം. എന്താ? അപ്പൊ ആസാമിലേക്ക് തന്നെ വരട്ടെ. ഓക്കെ, ആസാമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദിസ്പൂർ ആണ്. നിലവിലെ അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ. ഉത്തരം വിളിച്ചു പറയണവരായിരിക്കും പലരും, പക്ഷെ ഇത് പറയാൻ പറ്റുന്നില്ല. അവിടെ വിളിക്കട്ടല്ലേ, ഉത്തരം വിളിച്ചു പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിക്കരുതേ. ഓക്കെ, അപ്പൊ ആസാമിന്റെ ക്യാപിറ്റൽ ദിസ്പൂർ. നിലവിലെ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ഇനി നമുക്ക് ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത് ഏതാണ്? ബ്രഹ്മപുത്ര. ആസാമിന്റെ ദുഃഖം എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര. എനിക്കൊരു ദുഃഖമുണ്ട്, അതുകൂടെ പറയണമല്ലോ. എന്റെ ദുഃഖം എന്ന് പറയുന്നത് നേരെ ചോദിച്ചാൽ ആളുകൾ കാണാനില്ലാത്തത്. അത് ചക്രവാണി സാറിന്റെ ദുഃഖം. അത് അവസാനം ചോദിച്ചാണ് GK ആയിട്ട്. അപ്പോ കാമരൂപ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, കാമരൂപ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്റ്റേറ്റ് ആണ് ആസാം എന്ന് പറയുന്നത്. അഹോം രാജവംശം ഭരിച്ചിരുന്നത് ആസാമിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് T ആകൃതിയിലും കാണപ്പെടുന്നത് ആസാമാണ്. തേയില കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ആസാമാണ്. ആസാമിനെ കുറിച്ച് വേറെ എന്താണ് പറയാനുള്ളത്? ആസാമിനെയാണ് ദിഗ്ബോയ്, അതായത് ഏറ്റവും ആദ്യത്തെ എണ്ണ ഖനനം ഉള്ളത് ദിഗ്ബോയ് ആണ്. ഏറ്റവും വലുത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഖനനം ചോദിക്കുകയാണെങ്കിൽ ബോംബെ ഹൈ. അതെ, കടലിനകത്തുനിന്നാണ് എണ്ണ ഉണ്ടാക്കിയത്. അതെ അല്ലേ? ഇനി ആസാമിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? ആസാമിനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞ പോലെ ഏത് ദേശീയ പാർക്കാണ്? കാസിരംഗ നാഷണൽ പാർക്ക്, ഒറ്റക്കൊ മനാസ് ദേശീയ ഉദ്യാനം, അതുപോലെ റെയ്മോൺ. അതെ, അതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. ഹൈക്കോടതി, അതായത് ആസാമിന്റെ ഹൈക്കോടതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതാണ് ഇവര് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 2 മിനിറ്റ് കൊടുക്കും. ആസാമിന്റെ ഹൈക്കോടതി ഗോഹട്ടി ഹൈക്കോടതിയുടെ കീഴിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? എല്ലാവരും ഒന്ന് എഴുതും. മലപ്പുറം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും, അവർ എഴുതുന്നു. അതായത് ആസാമിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ്. ആ ഗുവാഹത്തി ഹൈക്കോടതിക്ക് കീഴിൽ 4 സംസ്ഥാനങ്ങൾ ആസാമിനെ കൂടി. 1 മിനിറ്റ് കൊടുക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുക. ശരിയാ? ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന 4 സംസ്ഥാനങ്ങൾ ഏതെല്ലാം അത് എഴുതാനാണ് നമ്മൾ ഈ സമയം കൊടുക്കുന്നത്. നമുക്കപ്പോ ഇവിടെയാണ് മിണ്ടാതിരിക്കുക. എഴുതുമെന്ന് അറിയണമല്ലോ. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. വേണ്ടേ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അതൊരു സംശയം വേണ്ട. അപ്പൊ നമുക്ക് അത് എഴുതാനുള്ള സമയം കൊടുക്കാം.
ഹൈക്കോടതികളാകെ എത്ര ഉണ്ട്? 25. 25 ഹൈക്കോടതി. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. കൊച്ചി. കവാടത്തിലെ വാക്യം ഏതാണ്? സത്യമേവ ജയതേ. അതിന്റെ അർത്ഥം എന്താണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്താണ്. സത്യം തന്നെ വിജയിക്കും, സത്യം തന്നെ വിജയിക്കും. ശരിയല്ലേ? ദേവനാഗരി ലിപിയിൽ, ദേവനാഗരി ലിപിയിൽ ഇപ്പൊ അവർ ഉത്തരവ് എഴുതി കാണും. ചോദ്യം ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും. ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന സംസ്ഥാനങ്ങൾ ഏതല്ല? അപ്പൊ വൈഷ്ണവി അതിന് ഉത്തരവ് പറഞ്ഞു കൊടുക്കുക. ശരിയാണെന്ന് നോക്കാം. 4 സംസ്ഥാനങ്ങളെ, ആസാം തന്നെ. 4 സംസ്ഥാനങ്ങളിൽ ഒന്ന് ആസാം, അത് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്, അത് കഴിഞ്ഞാൽ നാഗാലാൻഡ്, മിസോറാം, പിന്നെ 4 സ്റ്റേറ്റ്. ആസാം, ഓക്കെ, ഒന്ന് ആസാം, അത് കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, തൊട്ട് താഴെ നാഗാലാൻഡ്, പിന്നെ ഉള്ളത് മിസോറാം. അതെ. ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എത്ര പേർക്ക് ശരിയായെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ഏതായാലും പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവരാണ് അല്ലേ? വിശേഷിച്ച് നമ്മളെ ഗ്രൂപ്പിൽ പെട്ടവരാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർ പഠിച്ചേ പറ്റുള്ളൂ. ശരിയല്ലേ? അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ശരി. ഇനിയുള്ളത് ഷെഡ്യൂൾ 6 ഉൾപ്പെടുന്ന സ്റ്റേറ്റുകളിലാണ് ഒന്നാണ് ഇതെന്ന് പറയുന്നത് ആസാം. അതുപോലെ തന്നെ ട്രൈബൽ ഏരിയാസിനെ പറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ഷെഡ്യൂൾ 7 എത്ര സ്റ്റേറ്റ്, ഷെഡ്യൂൾ 6 എത്ര സ്റ്റേറ്റുകളുണ്ട്? 4 സംസ്ഥാനങ്ങൾ. 4 സംസ്ഥാനങ്ങൾ ട്രൈബൽ സംസ്ഥാനങ്ങളാണ്. ഒന്ന് ആസാം, പിന്നെ ഉള്ളത് മേഘാലയ, പിന്നെ ഉള്ളത് ത്രിപുര, പിന്നെ മിസോറാം. ഇത് അവർ ഇത് എഴുതാൻ സമയം കൊടുത്തില്ല. അത് നിങ്ങളെ ഭാഗത്തുള്ള കുഴപ്പമാണ്. അത് ഞാൻ പറയുന്നില്ല. ശരി ശരി. അപ്പോൾ നമ്മൾ ആസാമിനെ കുറിച്ചാണ് സംസാരിച്ചത്. ആസാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഷെഡ്യൂൾ 6 പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയെ കുറിച്ച് സംസാരിച്ചു. ശരിയല്ലേ? നല്ലൊരു ഏരിയയാണ് നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ. അതിലൊരു കാര്യം കൂടി ഉണ്ട്. 7 സിസ്റ്റേഴ്സിലെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ആസാമാണ്. അതും വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ഇനി ഉൾപ്പെടുക. ശരി. ഇനി ഐശ്വര്യയുടെ ഊഴമാണ്. പണ്ട് ഞാൻ ആലോചിക്കുന്നു, ഇതൊക്കെ ഞാൻ മണിമണിയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നു, നിങ്ങൾ പറയുന്നു. ലൈഫ് ഇങ്ങനെയാണ്. ശരിയല്ലേ? അതിലൊരു സംതൃപ്തി, ആവേശവും എനിക്ക് തോന്നുകയാണ്. ഐശ്വര്യ പറയേണ്ടത് സിക്കിമിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. സിക്കിമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാഞ്ചൻജംഗ എന്ന കൊടുമുടിയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട കൊടുമുടികളും അതിൻ്റെയൊക്കെ ഉയരവും അതുമായി ബന്ധപ്പെട്ട് ഏത് പർവ്വത നിരയിലാണ് കിടക്കണതെന്ന് പറയണം. വേണ്ടേ? നമ്മളെ ആളുകൾക്ക് അറിയാൻ താല്പര്യം കാണും. സിക്കിം രൂപീകരിച്ചത് 1975 സിക്കിം രൂപീകരിച്ചത്. അതായത് ഇന്ത്യയോട് ചേർന്ന ഒരു അയൽ രാജ്യമാണ് സിക്കിം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ചൈനയുടെ ഭാഗമായിരുന്നു. പിന്നീടാണ് നമുക്ക് സിക്കിം കിട്ടിയത്. ശരി ഐശ്വര്യ, സ്റ്റാർട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ, കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരുന്നു? ഉത്തരം സിക്കിം ആയിരുന്നു. ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സിക്കിമിനെ കുറിച്ചാണ് പറയുന്നത്. സിക്കിമിന്റെ തലസ്ഥാനമാണ് ഗാംഗ്ടോക്ക്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. അടുത്ത സിക്കിമിലെ മുഖ്യമന്ത്രിയാണ് പ്രേം സിംഗ് തമാങ്. മുഖ്യമന്ത്രി. ഞാൻ ഈയിടെ മറന്നിരിക്കുകയായിരുന്നു, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. പ്രേം സിംഗ് തമാങ് ആണ്. ശരി ശരി. ഇനി സിക്കിമിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? സിക്കിമിന്റെ സ്റ്റേറ്റ് മൃഗം ഏതാണ്? ചുവന്ന പാണ്ടയുടെ ആകാരം എന്താണ്? മുളയാണ്. ഈ മുള പൂക്കുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നത് പണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? മുള പൂക്കുമ്പോൾ എലികൾ കൂടും, അപ്പൊ ധാന്യങ്ങൾ നശിപ്പിക്കും. അപ്പൊ മുള പൂക്കുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് എലിയുടെ എണ്ണ വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ശരിയല്ലേ? ഇത് പണ്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നീട് സിക്കിമിന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് പിന്നീട് സിക്കിമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പറയാം. സിക്കിമുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 3 ആണ്: നേപ്പാൾ, ഭൂട്ടാൻ, ചൈന. 3 രാജ്യങ്ങളുമായി സിക്കിം അതിർത്തി പങ്കിടുന്നു. സിക്കിമുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു സ്റ്റേറ്റ് ഏതാണ്? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാൾ. ആ സിലിഗുരി ഭാഗം തീർന്ന് ചേരുകയാണ് അല്ലേ? വെസ്റ്റ് ബംഗാളാണ്. ആ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഹിമാലയ സാനുക്കളിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. വിപ്ലവത്തിന്റെ നഴ്സറി പശ്ചിമ ബംഗാൾ. ശരി, നമുക്കത് വിട്ടോളാം. നമുക്ക് സിക്കിമാണ് ആവശ്യം. ശരി, സിക്കിമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, സിക്കിമിലെ കാഞ്ചൻജംഗയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇനി ലോകത്തിലെ 1ാമത്തെ പർവ്വതം, 2ാമത്തെ പർവ്വതം, 3ാമത്തെ പർവ്വതം, ഇന്ത്യയിലെ 1ാമത്തെ പർവ്വതം ഉയരത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ്.
എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഹിമാലയ ഭാഗമാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. എവറസ്റ്റിന്റെ ഉയരം 8848 മീറ്റർ ആണ്. ഹിമാലയം ആദ്യം കീഴടക്കിയതാരാണ്? എഡ്മണ്ട് ഹിലാരി. 1953 ഹിലാരിയും ടെൻസിങ്ങും ആണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കുന്നത്. ശരി, എവറസ്റ്റിന്റെ ഉയരം പറയണ്ടേ? 88 മീറ്റർ. അപ്പൊ ലോകത്തിലെ ഒന്നാമത്തെ കൊടുമുടിയായി. ഇനി ലോകത്തിലെ രണ്ടാമത്തെ കൊടുമുടി അതാണ് മൗണ്ട് കെ2 ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി. അതിനാണോ നിങ്ങൾ ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ മൗണ്ട് കെ2 ഒന്ന് തന്നെയാണ്. ശരിയാണ്. അതെവിടെയാണ് ഈ മൗണ്ട് കെ2 ഇരിക്കുന്നത്? കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. അതെ, അത് ഇന്ത്യയുടെ ഭാഗത്താണോ ഇരിക്കുന്നത്? ഇപ്പൊ തൽക്കാലം പാകിസ്ഥാന്റെ ഭാഗത്താണോ ഇരിക്കുന്നത്? തൽക്കാലം പാകിസ്ഥാന്റെ ഭാഗത്താണ്. പിഒകെയിലാണ്. പിഒകെ എന്ന് പറഞ്ഞാൽ എന്താണ്? കാശ്മീർ. നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് അത് നമ്മുടെ ഭാഗം എന്നാണ്. പിഒകെ നമ്മുടേതാണ്. പക്ഷെ തൽക്കാലം ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്നു? പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം 8611 മീറ്റർ. 8608 കിലോമീറ്റർ ആണ്. 8611 മീറ്റർ. ശരി, അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു അല്ലേ? ശരി, ഇനി ലോകത്തിലെ മൂന്നാമത്തെ ഉയരമുള്ള കൊടുമുടി കാഞ്ചൻജംഗ. അതിന്റെ ഉയരം എത്രയാണ്? 8586. എല്ലാത്തിനും ബുദ്ധിയുണ്ട്. 85-86 അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ലോകത്തിലെ മൂന്നാമത്തെ ഉയരമുള്ള കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അത് സിക്കിമിലാണെന്ന് നിങ്ങൾ പറഞ്ഞു. 85-86 മീറ്റർ ഉയരമാണെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇന്ത്യക്കകത്ത് പൂർണ്ണമായിട്ടുള്ള ഉയരമുള്ള കൊടുമുടി അതാണ് കാഞ്ചൻജംഗ അല്ലേ? അതെന്തുകൊണ്ടാണ് പിന്നെ ഈ നമ്മള് മൗണ്ട് കെ2 പറയാത്തത്? പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിലാണ് പ്രദേശങ്ങൾ കിടക്കുന്നത് അല്ലേ? ശരി, അപ്പൊ നിങ്ങൾ 3 കൊടുമുടിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു കൊടുമുടി അതിന് അടുത്ത് കിടപ്പുണ്ട്, പാവം നന്ദാദേവി കൊടുമുടി. ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി കൊടുമുടി എന്ന് പറയുന്നത്. അന്നപൂർണയും ഇത് നമ്മൾ ഇടയ്ക്ക് ഈ ഒരു മാസത്തിനിടയിൽ തന്നെ എത്ര തീരെ പറഞ്ഞതറിയാം? എത്ര തീരെ പറഞ്ഞു? എണ്ണി പറയണോ? അടുത്തത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ പാവം കേരളത്തെ വിടാം. ഇന്ത്യയിൽ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് കേരളം, എല്ലാ കാര്യത്തിലും. അതിനിപ്പോ ആരൊക്കെ തർക്കിച്ചാലും ശരി. ഈ നീതി ആയോഗിന്റെ പിന്നെ വൈസ് ചെയർമാൻ സുമൻ ബെറി ഈ ഇടയ്ക്ക് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സുമൻ ബെറി പറയുന്നത് ഇന്ത്യയിൽ 28 സ്റ്റേറ്റിലുള്ളതിൽ വികസന കാര്യത്തിൽ നമ്പർ 1 കേരളം. നമ്മളാരും പറഞ്ഞതല്ല. ആര് പറഞ്ഞതാണ്? നീതി ആയോഗ്. കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ളതാണ് നീതി ആയോഗ്. നീതി ആയോഗ് പറയുന്നത് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്, വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്, ഭക്ഷ്യസുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭക്ഷ്യസുരക്ഷ കൈവരിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും ശിശുമരണ നിരക്ക് കുറവ്, മാതൃമരണ നിരക്ക് കുറവ്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വേറെ ഒരെണ്ണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കുടുംബത്തെ ദത്തെടുക്കും. നമ്മളെ യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നമ്മളെ ഇടയിൽ ദാരിദ്ര്യമുള്ള ആളുകളുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് മുകളിലോട്ട് എത്താൻ പറ്റുന്നില്ല. അവരെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. ഗവൺമെന്റ് ഏറ്റെടുത്ത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരിക. ഇന്നത്തെ പത്രത്തിൽ അതിനെക്കുറിച്ചൊരു വാർത്തയുണ്ട്. ഞാൻ രാവിലെ വായിച്ച പത്രത്തിലൊരു വാർത്തയുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പിന്നെ ദരിദ്ര കുടുംബങ്ങൾ കുറവുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളമാണ്. ഇന്നത്തെ പത്രത്തിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പത്രം എടുത്ത് വായിക്കണം. വായിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ അയൽവാസികളുടെ ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ കേരളം ഒരു സുന്ദര ഭൂമിയാണെന്നും അവിടെ ഇന്ന വികസനങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. പക്ഷേ നമ്മളെ നരേന്ദ്രമോദിയാണ് ഭരിക്കണമെന്ന് വിചാരിച്ച് ഇന്ത്യ മോശമൊന്നും ആരും പറയില്ല. പറയൂ? പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് കേരളത്തിലെ സകല വികസന പ്രവർത്തനങ്ങളെയും ആക്ഷേപിക്കാൻ ചക്രപാണി സാർ തയ്യാറല്ല. ആര് തയ്യാറായാലും ശരി, സത്യം സത്യമാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ വടക്കേ ഇന്ത്യ പറഞ്ഞു, കൊടുമുടികളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കേരളത്തിന്റെ ചില കൊടുമുടികളുണ്ടേ. അത് മാത്രമല്ല തെക്കേ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കൊടുമുടി കേരളത്തിലാണ്. അത് നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. ശരി, പറയൂ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ്, ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. 2695 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്കിലാണ്, ദേവികുളം താലൂക്ക്. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് ആനമുടി. നീലഗിരി ബയോസ്ഫിയർ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ശരി, അടുത്തത്
പിന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരുമിക്കുന്ന പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് നീലഗിരി. ബ്ലൂ മൗണ്ടെയിൻസ്. ബ്ലൂ മൗണ്ടെയിൻ അതെവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടി അതാണ് മീശപ്പുലിമല. അതെ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ഒരു കൊടുമുടി കിടന്ന് കളിക്കുകയാണ്. അഗസ്ത്യമല പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് അഗസ്ത്യമല. ശരി, അഗസ്ത്യമലയുടെ ഉയരം എത്ര? 1769 മീറ്റർ. 1769 മീറ്റർ. ഗാന്ധി ജനിച്ച വർഷം അത് നമ്മൾ മീറ്റർ ആക്കി പറയുന്നത് ഭയങ്കര ബുദ്ധിയാണ്. ശരി ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി രാവിലെ ഇവിടെ വന്നതാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞ് പല ഭാഗത്തൂടെ പോയിട്ടുണ്ട്. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കീറി മുറിച്ചെഴുതണം. നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് റിപ്പറ്റീഷൻ മതിയാക്കൂ എന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും. ഇതുവരെ നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ. ഒരു ചോദ്യവും ഒരു ഉത്തരവും രാവിലെ മുതൽ രാത്രി വരെ വിളിച്ചു പറയാനുള്ള മനസ്സ് ഞങ്ങൾക്ക് ഇല്ല. അത് ഈ ജന്മം കഴിയേയില്ല. ഞങ്ങളവിടെ പഠിപ്പിക്കാൻ വരുന്ന ഒരു അധ്യാപകനും ഉത്തരം വിളിച്ചു പറഞ്ഞാൽ അന്ന് പുറത്താക്കും. കുട്ടികളെ കൊണ്ട് ഉത്തരം വിളിച്ചു പറയിപ്പിച്ചാൽ അന്ന് പുറത്താകും. കാരണം അത് ഉപയോഗമില്ലാത്തൊരു ക്ലാസ്സാണ്. കാരണം വെച്ചാൽ ഉത്തരം വിളിച്ചു പറഞ്ഞ് മാത്രം പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിശബ്ദമായി നിങ്ങളെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ പഠിക്കുകയും നിങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു.